പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിക്കുകയാണ്. സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം നൽകിയ അവിശ്വാസ പ്രമേയം സഭ ഇന്ന് പരിഗണിക്കും. സഭാ സമ്മേളനത്തിന് മുൻപായി NDAയും പ്രതിപക്ഷ സഖ്യ നേതാക്കളും പ്രത്യേക യോഗം ചേരും. വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, പാർലമെന്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിക്കുകയാണ്. ആദ്യ ദിനം തന്നെ ഈ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുന്നു. 118 പ്രതിപക്ഷ എംപിമാരാണ് ഒപ്പിട്ടുള്ളത്. എന്തായാലും പ്രമേയം പാസ്സാകില്ല. എന്നിരുന്നാൽ പോലും ഈ വിഷയം കൂടുതൽ ചർച്ചയാക്കാം എന്നുള്ളതായിരിക്കുമല്ലോ പ്രതിപക്ഷം ലക്ഷ്യം വയ്ക്കുന്നത്. ലിജിൻ, തീർച്ചയായും പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം നൽകിയിട്ടുള്ള അവിശ്വാസ പ്രമേയ നോട്ടീസ് തന്നെയാണ്. പ്രമേയം വോട്ടിനിട്ടാൽ പോലും പാസ്സാകില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസം ഭരണകക്ഷിക്കുണ്ട് എങ്കിൽ പോലും 10 മണിക്കൂറോളം നീണ്ട ചർച്ച ഏതായാലും ലോക്സഭയിൽ സ്പീക്കറുടെതിരെയുള്ള അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് നടക്കും. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ സ്പീക്കർക്കെതിരെ സഭയിൽ ഉയരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സംസാരിക്കും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടും അതിൽ ഭാരതത്തിന്റെ നിലപാട് സംബന്ധിച്ചുമെല്ലാം തന്നെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്ന് പാർലമെന്റിൽ സംസാരിക്കും. ലോക്സഭയിലും രാജ്യസഭയിലും പ്രത്യേകം വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സംസാരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നു മുതൽ ഏപ്രിൽ 2 വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്നാം ഘട്ടം നമുക്കറിയാം ബജറ്റിന്മേലുള്ള ചർച്ചയാണെങ്കിലും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ചകൾക്കിടയിലുമെല്ലാം തന്നെ സഭ പ്രക്ഷുബ്ധമായിരുന്നു. 8 എംപിമാരെ, കേരളത്തിൽ നിന്നുള്ള എംപിമാരുൾപ്പെടെ 8 എംപിമാരെ സഭയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രതിഷേധിച്ചതിന് സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ സസ്പെൻഷനെതിരെയുള്ള പ്രതിഷേധം, ഒപ്പം വിവിധ വിഷയങ്ങൾ, അത് പശ്ചിമേഷ്യൻ സംഘർഷവും ഒപ്പം ഊർജ്ജ പ്രതിസന്ധിയും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ സഭയിൽ ഉയർത്തിക്കൊണ്ട് ഈ സഭാ സമ്മേളന കാലയളവും പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം എന്ന് മനസ്സിലാക്കുന്നു. സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾക്ക് ഇന്ന് സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് NDAയുടെയും ഒപ്പം പ്രതിപക്ഷ സഖ്യത്തിന്റെയും എല്ലാം നേതാക്കൾ പ്രത്യേകം യോഗം ചേരുന്നുണ്ട്. ഈ സഭാ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം തന്നെയായിരിക്കും. 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ച ലോക്സഭയിൽ നടക്കും. പ്രമേയം പാസ്സാകില്ല എന്നതിൽ പോലും വളരെ കടുത്ത ചർച്ചകൾ പാർലമെന്റിന് വേദിയാകും. ജിഷ്ണു, ഒരു കാര്യം കൂടി, സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള BJP സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാനത്ത് ഏകദേശം ഒരു ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. ഇന്നത്തെ നിർണായക യോഗം ഡൽഹിയിൽ നടക്കാൻ പോവുകയാണ്. ഈ 100 സീറ്റിലോളം BJP മത്സരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് വേണ്ട ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ലിജിൻ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തും. ആ പ്രഖ്യാപനത്തിന് മുൻപായി തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള ചർച്ചകളിലാണ് മുന്നണികൾ. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് നിരവധി യോഗങ്ങൾ ചേർന്നിരുന്നു. BJPയുടെ യോഗത്തിൽ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഏകദേശ ധാരണ ഇതിനോടകം തന്നെ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വട്ടിയൂർക്കാവും പാലക്കാടും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ പ്രചരണങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചത്. അതായത് സംസ്ഥാനത്ത് നടന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിലും ഒപ്പം തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് പ്രഭാരി വിനോദ് താവഡെയുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ള യോഗങ്ങളിൽ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയം ഏകദേശ ധാരണയായിട്ടുണ്ട്. അന്തിമ പട്ടികയുമായാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തുന്നത്. V. മുരളീധരൻ, കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും ഡൽഹിയിലെത്തുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് BJPയുടെ കേന്ദ്ര പാർലമെന്ററി ബോർഡാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനവും പ്രഖ്യാപനവും നടത്തുന്നത്. പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ബോർഡിന് മുൻപിലേക്ക് സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ രൂപം വെക്കുകയും അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒരു ധാരണയിലേക്ക് എത്തുകയുമാണ് BJP നേതാക്കളുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഒപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി നാളെ നിർണായകമായിട്ടുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കോൺഗ്രസ് ന്യൂഡൽഹിയിൽ ചേരുന്നുണ്ട്. ലിജിൻ. ശരി ജിഷ്ണു, എന്തായാലും പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് BJPയുടെ യോഗവും ഇന്ന് ഡൽഹിയിൽ ചേരും. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.